RIC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വളരെ പഴയ ഒരു വോൾട്ടാസ് 2 ടൺ നോൺ ഇൻവേർട്ടർ AC-യുടെ ഫാൻ മോട്ടർ ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ വൈറ്റ് കളറിലാണ് അതിൻ്റെ ആ കണക്ടർ ഇരിക്കുന്നത്, PCBയിലാണ് കണക്ട് ചെയ്യുന്നത്. ഇതാണ് ഫാൻ മോട്ടറിൽ നിന്ന് വരുന്ന കണക്ഷൻസ്. അപ്പോൾ അതിൽ ബ്ലാക്ക് വയർ ന്യൂട്രലാണ്. അതിൻ്റെ അകത്ത് ബ്ലൂ, യെല്ലോ, വൈറ്റ് എന്നീ വയറുകൾ ലോ, മീഡിയം, ഹൈ എന്നിങ്ങനെയുള്ള സ്പീഡിൻ്റെ 3 വയറാണ്. അപ്പോൾ അതിൽ നമ്മൾ വൈറ്റിൽ ഒരു വയർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്കിലും ഒരു വയർ കൊടുത്തിട്ടുണ്ട്. വൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഫേസും ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്നത് ന്യൂട്രലും ആണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഒരു കപ്പാസിറ്റർ, ഒരു ഫാൻ മോട്ടറിൻ്റെ ഒരു കപ്പാസിറ്ററാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ഒന്ന് ഓണാക്കി നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ ഒരു സീലിംഗ് ഫാനിൻ്റെ 2.5 MFT ഉള്ള ഒരു കപ്പാസിറ്ററാണ്. അപ്പോൾ ശരിക്കും അതിൽ 3 MFT 3 മൈക്രോ ഫാരഡുള്ള ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ചാലേ അതിൻ്റെ ശരിയായിട്ടുള്ള സ്പീഡ് ലഭിക്കത്തുള്ളൂ. ഇത് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ പഴയ ഒരു AC ആണ്. അപ്പോൾ അതിൻ്റെ കളറ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫാൻ മോട്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഫാൻ മോട്ടർ പോയതാണെങ്കിൽ പിന്നെ ഇതിൽ സർവീസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് പഴയ ഒരു AC ആയതുകൊണ്ട് ഇതിൻ്റെ ഫാൻ മോട്ടർ ഇപ്പോൾ വിപണിയിൽ ലഭ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കാരണവശാലും അത് ശരിയാക്കാൻ സാധിക്കില്ല. കാരണം ഫാൻ മോട്ടർ കത്തിപ്പോയതാണെങ്കിൽ അത്രയും ചെറിയ മോട്ടർ ആയതുകൊണ്ട് അത് നമുക്ക് റീവൈൻഡ് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഫാൻ മോട്ടർ ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. അപ്പോൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ന്യൂട്രൽ കണക്ഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മൾ PCB നോക്കിയാണ് അത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് ഞാനൊരു മറ്റൊരു വീഡിയോയിൽ അത് കാണിച്ചു തരാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. അപ്പോൾ ന്യൂട്രൽ വയർ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം ഫേസ് വയർ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ 3 സ്പീഡിൻ്റെ വയറുണ്ട്, ലോ, മീഡിയം, ഹൈ. അതിലേതെങ്കിലും ഒരു വയറിൽ നമ്മൾ ഫേസ് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ ലോയിൽ കൊടുക്കുകയാണെങ്കിൽ ഫാൻ മോട്ടർ വളരെ കുറച്ച് സ്പീഡിൽ കറങ്ങും. മീഡിയം സ്പീഡിലാണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ കറങ്ങും. ഹൈ സ്പീഡിൽ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ അത് കറങ്ങുന്നതാണ്. അപ്പോൾ ഇത് ഏറ്റവും പഴയ മോഡൽ ഒരു നോൺ ഇൻവേർട്ടർ AC ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഫാൻ മോട്ടറിൻ്റെ ആ സ്പീഡ് കൺട്രോൾ വയറുകൾ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇതിന് ശേഷമുള്ള മോട്ടറുകളിൽ നമുക്കത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ കണക്ഷൻസ് കൊടുത്തതിന് ശേഷം ഫാൻ മോട്ടർ തന്നെയായിട്ട് ഓൺ ചെയ്ത് നോക്കി. അപ്പോൾ ഓൺ ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഫാൻ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഈ ബോർഡ് എന്താണ് ഓണാകാത്തത് എന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ട്രാൻസ്ഫോമറിലേക്ക് പോകുന്ന വയറുകൾ 2 എണ്ണം കട്ടായിട്ടുണ്ട്. അത് എലി കട്ട് ചെയ്താന്ന് തോന്നുന്നു. അപ്പോൾ അത് രണ്ടും കണക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫാൻ മോട്ടറിൻ്റെ കണക്ടർ PCBയിലേക്ക് നന്നായി കണക്ട് ചെയ്തതിന് ശേഷം യൂണിറ്റ് ഓണാക്കി നോക്കിയപ്പോൾ യൂണിറ്റ് ഓണാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് താഴെ ഒരു LED ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അതാണ് അതിൻ്റെ ഡിസ്പ്ലേ. അന്നുള്ള മോഡലുകൾക്ക് ഇതുപോലെ ഡിസ്പ്ലേ ഇല്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ തന്നെ ഫാൻ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ഔട്ട്ഡോർ യൂണിറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇവാപ്പറേറ്റർ കോയിലിൻ്റെ സൈഡിൽ വരുന്ന 2 കോപ്പർ പൈപ്പുകളിൽ ചെറുതായിട്ട് ഐസ് പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഐസ് പിടിക്കാനുള്ള കാരണം ഈ യൂണിറ്റിനുള്ളിലെ ഗ്യാസിൻ്റെ അളവ് കുറവായതുകൊണ്ടാണ്. അപ്പോൾ ഇതിനുള്ളിൽ നിറയ്ക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് R22 ഗ്യാസാണ്. പണ്ട് കാലത്തെ സ്പ്ലിറ്റ് ACകളിൽ ഉപയോഗിച്ചിരുന്ന ഗ്യാസാണ്. അതാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് ഈ AC ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതുകൊണ്ട് മറ്റു ടൂൾസൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. പ്രഷർ ഗേജ്, വാക്യൂം പമ്പ്, ഗ്യാസ് അതൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലത്തേന് ഈ കവർ അഴിച്ചു വെച്ചു. അപ്പോൾ ഇനി അടുത്ത ദിവസം വരുമ്പോൾ ഇതിൻ്റെ കവറ്, എയർ ഫിൽറ്റർ, അതുപോലെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം R22 ഗ്യാസ് ചാർജ് ചെയ്യണം. 2 ടണ്ണിൻ്റെ AC ആയതുകൊണ്ട് ഏകദേശം 1 കിലോയോളം അടുത്ത് R22 ഗ്യാസ് ഇതിൽ ചാർജ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് മറ്റൊരു വീഡിയോ ആയിട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എയർ കണ്ടീഷനെ പറ്റിയോ റെഫ്രിജറേഷനെ പറ്റിയുള്ള പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.